അമ്മ ഞങ്ങൾക്ക് പഴം കൊടുത്ത് പപ്പ പഴം പപ്പക്കും ഞാൻ വന്നു കാലിക്കറ്റ് പോയി. എന്തുകൊണ്ടൊന്നും ഒട്ടിയേ ഇമ്മേ ഇത് പ്രതീക്ഷിക്കാത്താണല്ലോ. എന്റെ ഒപ്പം മുട്ടിക്കാനോട് പറ്റില്ല. എങ്ങനെ എന്റെ ഒപ്പം മുട്ടി നിൽക്കാനോട് പറ്റില്ല സൗന്ദര്യത്തില്. അപ്പം ഞാൻ ഇന്ന് കാലിക്കറ്റ് പർച്ചേസിങ്ങിന് പോവുകയാണ്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കണം, പിന്നെ നമുക്ക് ഇക്കാക്ക് ചെടിച്ചട്ടി എടുക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ച് കാലിക്കറ്റിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വെയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഉമ്മാക്ക് 2-3 സാരിയൊക്കെ എടുത്തു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഉമ്മാക്കിപ്പോൾ സാരി കുറവെന്നൊക്കെ വിചാരിച്ച് ഞാനിതാ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ വീട്ടിലില്ലേ നാരങ്ങ വെള്ളം ഓടിയാട് പറിച്ചു. ഇന്ന് 2 ഒഴിവാണല്ലോ, പരുവത്തിലാക്കാൻ വേറെ എടുക്കുമ്പോണ്ടല്ലോ. ഒന്ന് പോത്ത് പഴം തിരുനെല്ലിപ്പഴം നമ്മളെ ഒന്നപ്പം ഉമ്മ കുറച്ച് കരമ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാക്കറ്റിലാക്കി തരികയാണ്. കുമ്പളങ്ങയുണ്ട്, അപ്പോൾ അതാ ഇവിടെ ഇരിഞ്ഞ് കവറിലാക്കി തരുന്നുണ്ട്. നല്ല മധുരമുണ്ട്, വീട്ടിലുണ്ടായത് തന്നെയാണ്. നല്ല കുട്ടിയാവൂലേ, എന്നാലേ ഞാൻ കൊണ്ടുവരുള്ളൂ. എന്താ കൊണ്ടുവരണ്ടേ? ബൈനോക്കിയറാ. അതിന് ആദ്യം നല്ല കുട്ടികൾ മാത്രമേ ഞാൻ കൊണ്ടുവരുള്ളൂ. ഓക്കെ, അമ്മാനെ ഇടങ്ങാറാക്കുവാ. നല്ല കുട്ടിയെ കളിച്ചോട്ടോ. ഇന്ന് 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാക്ക പിടിക്കും, ഒന്നതമ്മ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പാക്ക് ചെയ്യണതാ. തൊലി അവിടെ ഒന്നും ഇടരുത്, പുറത്ത് കൊണ്ടുപോയിടണം. പുറത്ത് പറഞ്ഞാല് ആ തൊടിയിൽ കൊണ്ടുപോയിടണം. ഓക്കെ, ഞാൻ പോയി തരാട്ടോ. അമ്മ പോയി തരാട്ടോ. അപ്പം ഞാൻ പോയി വരാം. ഓക്കെ, അപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാവും. എന്താന്ന് ഞാൻ പറയാം. വാങ്ങാൻ സന്ദർഭം ഉണ്ടെങ്കിൽ അമ്മ ഞങ്ങൾക്ക് പഴം കൊടുത്ത് പപ്പക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഇതുണ്ട്, കുമ്പളങ്ങയുണ്ട്. ഒന്ന് കടയിൽ ഫോൺ ചെയ്യാം. കടയിൽ പോണുണ്ട്, അവിടെ ഇതുള്ളതുകൊണ്ട് പഴം പപ്പക്കും നിഹാലിനൊക്കെ ഭയങ്കര ഇഷ്ടം. സെബിസേനെ കൂടെ ഈ കുമ്പളങ്ങല്ലേ നമ്മളെ വീട്ടിലുണ്ടായ, അപ്പോൾ കുറേ പറിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. വെള്ളേരിയിൽ നിന്ന് വന്ന് പിന്നെ കുറച്ച് നേരം അവിടെ വീട്ടിലിരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന്. അപ്പം ഞാനും എൻ്റെ ചെറിയ ബ്രദറോടെയാണ് കാലിക്കറ്റ് പോകാൻ പോകുന്നത്. അപ്പോൾ ഉമ്മച്ചിയുടെ തിരക്കിട്ട പണിയിലാണ്. ഞാൻ അപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത്. വെള്ളേരിത്തെ ഉമ്മ പഴമൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പിന്നെ എൻ്റെ പപ്പനെ കാണാനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാലിക്കറ്റ് എത്തി. ഞാനിവിടുത്തെ സാരി നോക്കുകയാണ് കേട്ടോ. ഉമ്മാക്ക് ഇതാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുകൊടുക്കാൻ പോകുന്നത്. കാരണം ഉമ്മാക്ക് സാരി ഉള്ളതൊക്കെ ചീത്തയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് 2-3 സാരി എടുത്തു കൊടുക്കുക, അത് പറയാതെ എടുത്തു കൊടുക്കുന്നത്. എന്താ ഉമ്മാൻ്റെ റിയാക്ഷൻ ഒന്നും എനിക്കറിയില്ല. കാരണം അധികം സാരി ഞാനാണ് പർച്ചേസ് ചെയ്ത് കൊടുക്കൽ. എല്ലാം ഇഷ്ടമാവാറുണ്ട്, ഇതിന് ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് നമ്മൾ ആദ്യം കണ്ടത് അത് ഇനി എത്ര ഇതായാലും അതായിരിക്കും കണ്ടുപിടിക്കുക. പിന്നെ ഉള്ളതൊക്കെ ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ മറിച്ചിടുക അല്ലാതെ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ചുങ്കിടി ടൈപ്പ് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചുങ്കിടി പറഞ്ഞാൽ എന്നും മോഡലാണല്ലോ. അപ്പോൾ ഞാനിതാ 2 സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കാലിക്കറ്റ് SM സ്ട്രീറ്റിലൂടെ അങ്ങ് നടക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ബ്രദറാണല്ലോ, എൻ്റെ ചെറിയ ബ്രദറാണ് കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് SM സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച നേരം ആയതുകൊണ്ട് ഭയങ്കര വെയിലാണ്. ഇപ്പോൾ രാവിലെ ഇറങ്ങി
അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു സൗണ്ടിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമ്മളിതാ ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്, ചെടിച്ചട്ടിട്ടോ. കാരണം ഇക്കാക്ക് കുറേ പുതിയ ചെടിയൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ചട്ടി വാങ്ങാൻ വന്നതാണ്. പിന്നെ നമ്മൾ എത്തിയിട്ടെന്ന് പറഞ്ഞാൽ ഉച്ച ടൈമിലായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതായിരുന്നു. പിന്നെ ഞാൻ കാലിക്കറ്റുള്ള വെസ്പ ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് 2 സാധനം വാങ്ങിക്കണം. എൻ്റെ വെസ്പൻ്റെ ലൈനർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ പോയി ഒരുപാട് ഉള്ളോട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. ഒരുപാട് റിസ്ക് എടുത്ത് പോയപ്പോൾ അവിടെയാണ് ഈ സാധനം ഇല്ലയാണോ. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു 5:30 ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ സംഭവമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇക്കാക്ക് ഇതാ ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ട്, ഒരു 10 പീസ്. ഓ ഇതുമ്മ തന്നെയല്ലേ ആ കുറച്ചുണ്ടാക്കിട്ട് ഞാനേ കോഴിക്കോട് നിന്ന് വന്നപ്പോ പറഞ്ഞു റെയ് ഉണ്ടല്ലോ ഇവിടെ വെച്ച്. അപ്പൊ ഞാൻ എവിടെ വെച്ച് മരക്കൊമ്പ് ഉണ്ട് വന്ന് നോക്കിയതാ. കള്ളം വരുന്നത് പറയാതെ സർപ്രൈസ് ആയിട്ട് വന്നാലേ നിങ്ങൾക്ക് ആ നമ്മ പിന്നെ കയറാം. ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയി. കഞ്ഞി ഉണ്ടോ മരം? അതല്ലേ ഉള്ളൂ, ഏറ്റവും ടോപ്പിലുള്ള ആയല്ലോ. ബാക്കിയുള്ള കഴിഞ്ഞില്ല, അടുത്തുള്ളൊക്കെ ആ അങ്ങോട്ടുണ്ടോ? ആ മരത്തുമൊക്കെ അപ്പോൾ ഇന്ന് കാലിക്കറ്റ് പോയിട്ട് പർച്ചേസ് ചെയ്ത് ഇതൊക്കെയാണ്. ഇക്കാക്ക് 2 പാൻറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ജീനിൻ്റെ, ഒന്ന് വേറൊരു ഐറ്റമാണ്. അപ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ പാൻറ്റ് വാങ്ങിച്ചു. പിന്നെ ഒരു ആഷ് കളർ പോലത്തൊരു പാൻറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇത് അസുകുട്ടന് വാങ്ങിച്ചതാട്ടോ. അവൻ എന്നോട് പോയപ്പോൾ നല്ല കുട്ടിയായി നിൽക്കുക, ബൈനോക്കുലർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു കാറുകൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരാൾക്കൂടി വാങ്ങിച്ചിട്ടുണ്ട് സർപ്രൈസായിട്ട്. കാരണം നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവനോട് ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ട്. 2 ഒരുപോലത്തെ വാങ്ങിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ അസുവിന് കൊടുക്കുമ്പോൾ അവനും ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവനൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതെനിക്കൊരു ബാൻഡേജ് വാങ്ങിയതാണ്. പിന്നെ ഒരു ചാർജറിൻ്റെ ഇത്, പിന്നെ ഒരു മുടി കളർ ചെയ്യുന്നൊരു ഇത്, പിന്നെന്താ അസുവിൻ്റെ സ്കൂൾ ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടി പോളിഷ് ചെയ്യുന്ന ഇതുണ്ട്. പിന്നെ ഇതൊരു വേറൊരു സംഭവമാണ് കേട്ടോ, കിച്ചണിന് ആവശ്യമായൊരു സംഭവമാണ്. നിങ്ങൾ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ച സംഭവമാണ്. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിയതാണ്. എനിക്കിത് നല്ല യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ സംഭവത്തിൻ്റെ വേഗം വാങ്ങും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഒഴിക്കുന്നതാണ്. കണ്ടോ, ഇതിൽ ലിക്വിഡ് താഴെ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതിലേക്ക് ആ ലിക്വിഡ് ആവും. അപ്പോൾ നമുക്ക് പാത്രം കഴുകാൻ സുഖമായിരിക്കും കണ്ടിട്ട്. പിന്നെ അതിന് ശേഷം നമുക്കിത് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതിലുള്ള ലിക്വിഡ് ഇതിൻ്റെ മേലോട്ട് വരും. അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. സാരി വാങ്ങിച്ചത്, സർപ്രൈസ് ആയിട്ടുള്ള സാരി ഇതാണ് നമ്മൾ. ഓക്കെ, ഞാൻ വന്നു, കാലിക്കറ്റ് പോയി. എന്താണ് നിങ്ങൾക്കൊരു സാധനം ഉണ്ട്. എന്താ എന്തായിരിക്കും? എന്താ ഊഹല്ല ഇത് കൊണ്ടുവരുന്ന. ഇപ്പം നാളെ തന്നില്ലേ പിള്ളേരെ. ആദ്യം ഒന്ന് കാണിച്ചുതരാം. നമ്മളെ കിച്ചണിക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഒന്ന് നോക്കിയേക്കണം. എന്തായിരിക്കും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ആവശ്യമില്ല. എന്താ പാത്രം കഴിക്കണ ലിക്വിഡ് ആക്കി വെക്കുക. അത് തുറക്കി അത് മൊത്തം എടുക്കി അത് ഇങ്ങനെ തട്ടിയാൽ ഇതിലിന്നിട്ട് ഇതില് ലിക്വിഡ് ആക്കി വെക്കുക. എന്നിട്ട് ഈ സാധനം ഇല്ലേ ഇത് അടക്കുക. അങ്ങനെ അടച്ചിട്ട്
ഈ സംഭവം ഇല്ലേ, സംഭവം ഇങ്ങനെ ഇതിലിത് നിന്നോട്ടെ. ശരിക്കണ്ടമ്മ, ഇതിങ്ങോട്ട് പ്രസ് ചെയ്യുമ്പം ഇതിലേക്ക് ലിക്വിഡ് ആവും. ഇതില് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ സ്പോഞ്ച് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് സ്പോഞ്ച് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അപ്പൊ അടുക്കളയ്ക്കൊരു അമ്മക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതതിന്റെ സ്പ്രേ നമ്മളെ വീട്ടിലൊക്കെ വലിക്കുന്ന മരത്തെ. പിന്നെ വേറൊരു സർപ്രൈസ് വേറെപ്പോ എന്താണ് ഇതായിരിക്കും നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ്. കണ്ണുമ്പി പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ്. കണ്ണുമ്പി കണ്ണും വേണ്ട. അല്ല എന്നാലും ഇമ്മേ, ഇത് പ്രതീക്ഷിക്കാത്താണല്ലോ. എങ്ങനെയുണ്ട് സാരി? അടിപൊളിയാണ്. ഇഷ്ടായോ? കളറ്, ഇത് കളറ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. വിടുക അല്ലേ, നിങ്ങള് സാരി ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ഇങ്ങനെ പോരേണ്ടി വരും. രണ്ടും ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് സാരി? പൊന്തിക്കും. അടിപൊളിയാണോ? നമുക്ക് ഇല്ലാത്ത കളറ്, ഡാർക്ക് കളർ, ഒന്ന് ചുങ്കിടി ടൈപ്പാണ്, ഒന്ന് ഇത് പൊന്തിക്കും. ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലേ? നോക്കട്ടെ. നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ചില സർപ്രൈസ് ഇങ്ങനെയാണ്. ബ്ലൗസ് എടുക്കണം. അറിയാം, ബ്ലൗസ് ചെയ്യാൻ നമുക്ക് പോയിട്ട് എടുക്കട്ടോ. ഇഷ്ടായില്ല പറഞ്ഞ എനിക്ക് ഈ ഒരു കളർ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. ഇത് ഒരു ചുങ്കിടി ടൈപ്പാണ്. പിന്നെ അതിതാ ഒരു ആഷ് കളർ വെച്ചാണ്. ഇത് നല്ല നിങ്ങൾക്ക് ഇല്ലാത്തൊരു കളറാണ്. അടിപൊളിയല്ലേ? ഒന്നും പറയില്ല, കാരണം അതിന്റെ ഒരു സർപ്രൈസാണ്. കാരണം എന്താ പറയുക, ഞാൻ വാങ്ങി നിങ്ങൾ സാരി ഇല്ല ഇങ്ങനെ പറയുന്നില്ലേ, അപ്പൊ ഞാൻ അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടല്ല. പിന്നെ ഇപ്പൊ കല്യാണൊക്കെ വരുന്നില്ല, ഇങ്ങനെ എടുക്കണ നോക്കി നല്ല ഭംഗിയില്ലേ? രണ്ടും അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉപകാരമുള്ള സംഭവം കിട്ടിയില്ലേ? സന്തോഷായില്ലേ? ഇതാ ഇനി കവറും ഇതാ. സാരി രസമായി. ഞങ്ങൾക്ക് സ്ഥിരം അവിടെ തന്നെ എടുക്കല്ലേ ജനകീയ. ഇത് ഫുള്ള് നിവർത്തി വെക്കാണമ്മ. ഇപ്പൊ പുതിയ വന്ന മോഡലാന്നാ പറഞ്ഞേ, ചുങ്കിടി ടൈപ്പ്. ചുങ്കിടി പിന്നെ എന്നും മോഡലാണല്ലോ അല്ലേ? ആവശ്യത്തിന് പൊങ്ങി കളിക്കാനും സുഖം. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന്റെ ബ്ലൂ ഉണ്ടായിനി, നേവി ബ്ലൂ. പക്ഷെ അതിലേറെ എനിക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് ഇല്ലാത്തൊരു കളർ കാപ്പിയല്ല. അപ്പൊ ഞാൻ കൊടുത്താലോ ഭംഗിയുണ്ടോ? സുന്ദരിയാവും. അല്ലെങ്കിൽ സുന്ദരിയാണ്, ഒന്നുകൂടി സുന്ദരിയാകും. അത് നേരത്തേക്കാണിമ്മ കൊറേ കളർ ഇല്ല, അത് ഒറ്റ കളറായി അടുത്ത്. അതാകുമ്പോ പിന്നെ ഒറ്റ കളറല്ലല്ലോ, അങ്ങനെയല്ല, പല ഡിസൈനുകൾ പല കളറുകൾ വരും. ഇതാകുമ്പോ ഒരേ ഡിസൈൻ ഒരു കളറിലല്ലേ കൊടുത്തിട്ടുള്ളൂ. റെഡിയായി, ഇഷ്ടായി അല്ലേ? ഇതിന് ഇവിടെ മുന്താണിക്ക് വലിപ്പൊക്കെ ഉണ്ട്. എന്താ സന്തോഷം! പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സമ്മാനത്തിന് ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കുമല്ലോ. കല്യാണം നമുക്ക്. അപ്പൊ ഇതാ ഞാൻ ഇതിൽ ലിക്വിഡ് ആക്കിയിട്ടുണ്ട്. നോക്കിയൊക്കെ പരീക്ഷിച്ച് നോക്കാം, സാധനം വാങ്ങിച്ചിട്ട് നല്ലതാണോ. ആർക്കാ സർപ്രൈസ് വേണ്ടത്? എന്ത് സർപ്രൈസാ വേണ്ടേ? പൈനാക്കുലർ ഉറങ്ങിപ്പോയോ? വേറെ സംഭവം ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ട്രെയിനോ അല്ല, നോക്കി മീന്റെ കുട്ടി. ഇതെന്താ സിമിയെ? ഈ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു സംഭവം. ഓർക്കിൻ്റെതാണോ? ഓർക്കിൻ്റെതാ? സൂപ്പർ അല്ലേ? അത് നോക്കി നോക്കി, തുറന്ന് ഓപ്പൺ ആക്കി നോക്ക്. ഹസുവിന് ഇഷ്ടമായൊക്കെ ചമക്കണുണ്ടല്ലോ. അൺബോക്സിംഗാ? എൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നോക്ക്, കാണുന്നുണ്ടോന്ന്. മീനെ നോക്കി നോക്ക്. ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇത് വളക്കുകയൊക്കെ ചെയ്യണ്ട. ഇനി അടുത്ത നോക്ക്, റേസിംഗ് കാർ, അതും ബ്ലൂ കളറ്. അയ്യോ പോയി, ഞാൻ ഇവിടെ നോക്കി. സുന്ദരനായത് മതി. എന്റെ മുട്ടിക്കാനോട് പറ്റില്ല. എങ്ങനെ?
എൻ്റെ ഒപ്പം മുട്ടി നിൽക്കാനോട് പറ്റില്ല സൗന്ദര്യത്തില്. അയ്യോ ഞാൻ തോറ്റി പോലെ ഇന്നെന്താ അറിയോ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇക്കാനെ കൊണ്ടുപോകുക. കാരണം എന്നോട് പറയാതെ ഷോപ്പിൽ നിന്ന് ഒരു സർപ്രൈസായി വന്നതാണ്. അപ്പം ഇവിടെ ഉണ്ടായാൽ പിന്നെ ഒന്ന് നൈറ്റ് റൈഡിന് ഇറങ്ങാൻ നമുക്കൊരു രസം. അപ്പോൾ വല്ല രാത്രി വല്ല ഞങ്ങൾ രണ്ടാൾ പോകാം. അസൂനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അസൂന് ചുമയാണ്, ചെറിയ ചുമ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇക്കും ജസ്റ്റ് പോവാണ്. വെറുതെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോരാനാണ്, കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. പോവല്ലേ? ആ എല്ലാം കൊടുത്തു. ഇനി വേണ്ടപ്പൻ അതിനെ പോവല്ലേക്കാ? ഞാനേ എങ്ങനെയെങ്കിലും ഡയറ്റ് ചെയ്തിട്ട് സെറ്റാക്കി സബ്സ്ക്രൈബറിന് അറിയാലോ നമ്മള് നല്ല തട്ടാണല്ലോ മോമോസ്. ടേസ്റ്റ് ഉണ്ടോ? നല്ല ഡയറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളാണല്ലോ കഴിച്ചത്. ചെറിയൊരു പീസ് മാത്രം. പക്ഷെ മോമോസ് നിങ്ങളല്ലേ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്. സുമാമി പോരാത്തേന് അവന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ച ഇതാണ് കേട്ടോ. പരിക്കുമ്പോഴേക്കും